الحمد لله الكريم ذي المنن آتى نبينا صلى الله عليه وسلم جوامع الكلم ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا رسول الله اللهم صل وسلم وبارك عليه وعلى الآل والأصحاب ومن تبعهم بإحسان إلى يوم الحساب أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷിതാവും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാതരം ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം ഞങ്ങളോടും ഉണർത്തുകയും പിന്നെയും ഒരു ജുമാ ദിവസം അതിൻ്റെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാകട്ടെ. എല്ലാ കുറവുകളും പിഴവുകളും അവൻ പുറത്തു മാപ്പാക്കുമാറാകട്ടെ. ഇന്ന് റജബ് മാസം 13 ജനുവരി 2 പുതിയ വർഷത്തിൻ്റെ പുലരിയിൽ ഒരുപാട് പുതുവത്സര ആശംസകൾ വാർത്തകളിലും മാധ്യമങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എല്ലാ അവസരങ്ങളിലും ഓർത്തിരിക്കേണ്ടതും കൈമാറേണ്ടതുമായ ഒരു വളരെ പ്രസക്തമായൊരു സന്ദേശമുണ്ട്. അതാണ് സൂറത്തുൽ ഹശ്റിലെ 18-ാമത്തെ വചനം. സത്യത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരെ, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കുക. ഒരുപാട് വിശദീകരണം ആവശ്യമുള്ളതാണ് തഖ്വ. ധർമ്മനിഷ്ഠയുള്ളവരാവുക, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക. എങ്ങനെയാണ് അതിന് സാധിക്കുക? എപ്പോഴും കേൾക്കുന്നതാണ് തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്, ഉപദേശം. അതെങ്ങനെയാണെന്ന് ഈ വചനത്തിൽ പറയുകയാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ആഘോഷമാണല്ലോ, അതിൻ്റെ ബഹളങ്ങളാണല്ലോ നടക്കുന്നത്. ഒരു വർഷമാവട്ടെ, മാസമാവട്ടെ, ആഴ്ചകളോ ദിവസങ്ങളോ നിമിഷങ്ങളോ ആവട്ടെ, അത് നിന്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ, നിന്റെ ആയുസ്സിൽ നിന്ന് അറ്റു വീണു പോകുമ്പോൾ നീ ഓർക്കണം, നാളേക്ക് വേണ്ടി, എൻ്റെ ഭാവിയിലേക്ക് വേണ്ടി എന്താണ് ഞാൻ കരുതി കൂട്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്, എന്താണ് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്. സമ്പാദ്യങ്ങളെക്കുറിച്ച് ഒരുപാട് വലിയ കാഴ്ചപ്പാടുകളാണ് വ്യത്യസ്തമായ. ഒന്നുമില്ലാതെ വെറും കൈയോടെ യാത്രയാവേണ്ടി പോകുന്ന, തിരിച്ചു പോവേണ്ടി വരുന്ന ജീവിത മഹായാത്രയിൽ മരണവും മരണാനന്തരമുള്ള ജീവിതാനുഭവവും അവിടെ ഉപകാരപ്പെടുന്നത് എന്താണ് താൻ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ. വത്തഖുല്ലാഹ്, അങ്ങനെ നിങ്ങൾ മുത്തഖികളാവുക. തഖ്വയുണ്ടാവുക എന്നുള്ള കൽപ്പന 2 വട്ടം ആവർത്തിക്കുകയും അതിനിടയിൽ നാളേക്കുള്ളത് എന്താണ് കയ്യിരിപ്പ്, നിങ്ങളുടെ കയ്യിലുള്ളത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മാ ഇക്തസബത്. ഒരു വ്യക്തിയെയും ഒരാളിനെയും സാധ്യമല്ലാത്ത ഒരു ബാധ്യതകളും ഏൽപ്പിക്കുന്നില്ല സൃഷ്ടാവായ റബ്ബ് തമ്പുരാൻ. ജീവിതത്തിൽ എന്തെല്ലാം നൽകിയിട്ടുണ്ടോ
ആരോഗ്യമാണോ, അറിവാണോ, പണമാണോ, എന്തെല്ലാമാണ്, അധികാരമാണോ, സൗകര്യങ്ങൾ, ഉള്ളതിനനുസരിച്ച് സാധ്യമാവുന്ന മേഖലകളിൽ, അവസരങ്ങളിൽ, സന്ദർഭങ്ങളിൽ നീ അത് ഉപയോഗപ്പെടുത്തിയിട്ട് നാളേക്ക് വേണ്ടി എന്തു നന്മയാണ് ബാക്കി വെച്ചിട്ടുള്ളത്. ഇത് ആലോചിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് തഖ്വയുള്ളവരാവാൻ പറ്റുക. വർഷങ്ങളും അവസരങ്ങളും ഓരോന്നും കൊഴിഞ്ഞു പോകുമ്പോൾ ഈ ഒരു വീണ്ടും വിചാരമാണ് ഉണ്ടാവേണ്ടത്. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. കാരണം നിങ്ങൾ തിരിച്ചു പോകുന്നത് അള്ളാഹുവിൻ്റെ പക്കലേക്കാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓരോരുത്തരും യാത്രയാവുമ്പോൾ നമ്മൾ ഏറ്റുപറയും, പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരും അള്ളാഹുവിനുള്ളവരാണ്, അവനിലേക്ക് തന്നെ തിരിച്ചു ചെല്ലേണ്ടവരാണ്. അങ്ങനെ ചെല്ലുമ്പോൾ അവൻ്റെ മുന്നിൽ വിചാരണയുണ്ട്. അള്ളാഹുവിൻ്റെ നീതിയുടെ കോടതിയിൽ നിന്റെ ആയുസ്സിനെ കുറിച്ച്, നിന്റെ ആരോഗ്യത്തെപ്പറ്റി, നിന്റെ അറിവിനെ കുറിച്ച്, നിന്റെ സമ്പാദ്യങ്ങളെ കുറിച്ച്, നിന്റെ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു കാരുണ്യമായി ഔദാര്യമായി നൽകിയിട്ടുള്ള ജന്മവും ജീവിതവും അവിടെ ചോദ്യം ചെയ്യപ്പെടും. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. നിങ്ങൾ ഈ ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം സൂക്ഷ്മമായ ജ്ഞാനമുള്ളവനാണ്. അവൻ്റെ അടുത്തേക്കാണ് നിങ്ങൾക്ക് ചെല്ലാനുള്ളത്. അതുകൊണ്ട് നഷ്ടപ്പെടുത്താതെ അവസരങ്ങളെ, എല്ലാ സാധ്യതകളെയും നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അതാണ് അഭിവാദ്യത്തിൻ്റെ സന്ദേശങ്ങൾ സന്തോഷത്തിൻ്റെ അവസരങ്ങളിലൊക്കെ കൈമാറുന്നു. പല രീതിയിലുള്ള സംസ്കാരങ്ങൾ ഇടകലർന്നു നിറഞ്ഞു നിൽക്കുകയാണ്. എന്നും എപ്പോഴും എവിടെയും ഇസ്ലാം പഠിപ്പിക്കുന്ന ലളിതവും പ്രസക്തവുമായൊരു സന്ദേശമുണ്ട്. അസ്സലാമു അലൈക്കും. ഏത് ഭാഷകളിൽ എന്തെല്ലാം അർത്ഥത്തിൽ മറ്റെന്തെല്ലാം പറഞ്ഞാലും അതിനേക്കാളൊക്കെ പ്രസക്തവും ശക്തവും അത്യാവശ്യവുമായ സന്ദേശമാണ് ഒരു പ്രാർത്ഥനയായ സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവും സംരക്ഷകനുമായ നാഥൻ്റെ, സർവശക്തനായ നാഥൻ്റെ രക്ഷയും സമാധാനവും താങ്കളിൽ ഉണ്ടാവട്ടെ. ഈ പ്രാർത്ഥന എന്തുമാത്രം അർത്ഥവത്തായ എന്നാൽ വളരെ ലളിതമായ ഈ വചനത്തിലൂടെ എത്ര ആഴമുള്ള ആശയമാണ്, എത്രയും മതിയാവാത്ത ഒരു പ്രാർത്ഥനയാണ്. അത് തന്നെയാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അൽ ഹിക്മ, ജവാമിഉൽ കലിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊതിതു ജവാമിഉൽ കലിം. എനിക്ക് പ്രത്യേകമായ വചനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ജവാമിഉൽ കലിമിന് വലിയ വിശദീകരണമാണ്. അതെന്താ? അൽ മൂജിസത്തു ലഫ്ളൻ വൽ മുത്തസഅ മഅൻ. അതിൻ്റെ പദങ്ങൾ, വാക്കുകൾ വളരെ ചുരുക്കമാണ്, വളരെ കുറഞ്ഞ, പിശുക്കി പറയുന്നത് പോലെ. എന്നാൽ അതിൻ്റെ ആശയമോ പറഞ്ഞാൽ തീരാത്ത വിശാലമായ ആഴമുള്ള അർത്ഥമുള്ളതാണ്. അങ്ങനെയുള്ള വചനങ്ങൾ എവിടെയും എഴുത്തും വായനയും പഠിക്കാത്ത, എവിടെയും ചൊല്ലുന്ന വിദ്യാഭ്യസിക്കാത്ത അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥവത്തായ യുക്തിഭദ്രമായ വചനങ്ങൾ പറയുന്നു, പഠിപ്പിക്കുന്നു. പ്രകീർത്തന വചനങ്ങൾ, പ്രാർത്ഥനാ വചനങ്ങൾ, സന്ദേശങ്ങൾ, കൽപ്പനകൾ, വിലക്കുകൾ, ആ വായിലൂടെ വന്നിട്ടുള്ള എല്ലാം എന്തൊരത്ഭുതമാണ്, യുക്തിഭദ്രമാണ്, ഹിക്മത്താണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിൽ നിന്ന് ലഭിച്ച വചനങ്ങൾ, ഹിക്മത്ത്, കിതാബ് പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഹിക്മത്ത്, ആ കിതാബിൻ്റെ ആശയത്തിൻ്റെ ആവിഷ്കാരമായി ജീവിതത്തിൽ പറയുന്നതും ചെയ്യുന്നതും അത് മുഴുവൻ വഹീന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അർത്ഥവത്തായ, യുക്തിഭദ്രമായ, ആശയസമ്പുഷ്ടമായ, വിവരിച്ചാൽ തീരാത്ത, ആഴം കാണാത്ത ആശയങ്ങളുള്ള കൊച്ചു കൊച്ചു പദങ്ങൾ
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ ഉപദേശങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ഊതീതു ജവാമിഅൽ കലിം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ ഖുർആനും സുന്നത്തും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് പ്രമാണമെന്നും അതാണ് നമ്മുടെ എല്ലാമെന്നും ഏറ്റുപറയുന്നു. പക്ഷേ അത് പഠിക്കണം. പ്രവാചക ചര്യ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ചു മനസ്സിലാക്കുക. അതിലാണ് ഈ മൊഴിമുത്തുകൾ നിറഞ്ഞു നിൽക്കുന്നത്. മറ്റൊരു വചനം നോക്കൂ നിങ്ങൾ. സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ സ്വാഭാവികവും സർവ്വസാധാരണവുമായ ഒന്നാണ് വൈകാരികമായ പല രീതിയിലുള്ള അനുഭവങ്ങൾ, അവസ്ഥകൾ. ദേഷ്യപ്പെടുക, വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുക, ദേഷ്യപ്പെട്ട് തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു, എന്തും ചെയ്തു പോകുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിൽ, കാരണം കോപം ദേഷ്യം പിശാചിൽ നിന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മൻ കലമ ഗൈറൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദ, ദേഷ്യപ്പെട്ടിട്ട് എന്തെങ്കിലും മറ്റൊരാളെ, മറ്റൊരു കൂട്ടരെ ഉപദ്രവിക്കണമെന്നോ പീഡിപ്പിക്കണമെന്നോ വേദനിപ്പിക്കണമെന്നോ പകരം ചെയ്യണമെന്നോ ഒക്കെ ദേഷ്യപ്പെട്ട് തോന്നിയൊരു മനുഷ്യൻ എന്ത് വേണേലും ചെയ്യാൻ അവർക്ക് കഴിവുണ്ട്. എന്നിട്ടും ആ കോപം ഒതുക്കി വെച്ചു. കാളിമുൽ ഗൈബ് വൽ കാളിമീൻ ഖുർആൻ വിശേഷിപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ അടയാളം കോപത്തെ ഒതുക്കി വെക്കുന്നു. കോപം ദേഷ്യപ്പെട്ടു പോകുന്ന അത്തരം ദുർബല നിമിഷങ്ങളിൽ പൊട്ടിത്തെറിക്കാതെ, മറ്റുള്ളതൊന്നും തട്ടി തകർക്കാതെ ഒതുക്കി നിയന്ത്രിച്ചൊരു മനുഷ്യനാവാൻ ശ്രമിക്കുക. പിശാചിന്റെ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മെനക്കുക. അത് വലിയൊരു ശക്തിയാണ്, മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള മനുഷ്യനെ അള്ളാഹു പരലോകത്ത് ആദരിക്കുകയും അനുഗ്രഹിക്കുകയും സ്വർഗീയമായ അനുഗ്രഹങ്ങളിൽ എന്തു വേണമെങ്കിലും സ്വീകരിച്ചു കൊള്ളാൻ, ആസ്വദിച്ചു കൊള്ളാൻ മുന്നിൽ വെച്ചു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു വചനത്തിൽ ലൈസൽ മുഅ്മിനു ബിത്തആൻ വലൽ ലആൻ വലൽ ഫാഹിശ് വലൽ ബദി, സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ഒരു മനുഷ്യൻ അവൻ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും തെറി വിളിക്കുകയും ശകാരിക്കുകയും അതുപോലെ തന്നെ തോന്നിവാസങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവനല്ല. അതൊക്കെ ഉണ്ടാകുന്നത് പൈശാചികമായ പ്രേരണ, ദേഷ്യപ്പെട്ടും വെറുപ്പും ദേഷ്യവും ഉണ്ടായിട്ടാണ്. അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ ശക്തി. ആരാണ് കരുത്തുള്ളവൻ, ആരാണ് ശക്തിവാൻ എന്ന് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഇതൊക്കെ ഒരു വ്യക്തിയുടെ യുക്തിയിൽ നിന്നും ചിന്തയിൽ നിന്നും ഉണ്ടാകുന്ന വചനങ്ങളല്ല. പിന്നെയോ ഹിക്മത്ത് അള്ളാഹു നൽകിയിട്ടുള്ളതാണ് പ്രവാചകൻ. എന്തെല്ലാം ചിന്തകളും ദർശനങ്ങളും സന്ദേശങ്ങളും വചനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം മേലെ നിൽക്കുന്ന ഉന്നതമായ ശാശ്വതമായ അവസാനിക്കുന്നതുവരെയും പ്രസക്തവും മനുഷ്യർക്ക് അത്യാവശ്യവുമായ സന്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള വചനങ്ങൾ. ആ വചനങ്ങൾ സൃഷ്ടാവായ നാഥന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള പ്രവാചകർ, ആ പ്രവാചകരുടെ വചനങ്ങളാണ്. കുഞ്ഞുങ്ങൾ ലൈസ ശദീദു ബിസ്സറഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ബലവാൻ, ശക്തിയുള്ളവൻ, കരുത്തും ശക്തിയും പരീക്ഷിക്കുമ്പോഴുള്ള മത്സരമുണ്ടല്ലോ. മൽപിടുത്തത്തിൽ കളത്തിൽ മറ്റൊരുത്തനെ മലർത്തി അടിക്കുന്നു, അവന്റെ മേലെ കയറിയിരിക്കുന്നു, അങ്ങനെ വിജയഭേരി മുഴക്കുന്നു. അവനല്ലേ ശക്തമാണ്, അതല്ലേ യഥാർത്ഥത്തിലുള്ള ശക്തി. പിന്നെയോ ശക്തി എന്താണ്? ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന തന്റെ മനസ്സിനെ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നവനാണ്. ഒരുപാട് ആൾ സഹായിച്ചതുകൊണ്ട് അത് സാധിക്കില്ല, പിടിച്ചു വെച്ചതുകൊണ്ട് സാധിക്കില്ല. സ്വയം തന്നിലേക്ക്, തന്റെ മനസ്സാക്ഷിയിലേക്ക് തിരിച്ചു വന്നിട്ട് പിശാചിന്റെ പ്രേരണയായി കടന്നുകൂടിയിട്ടുള്ള ഈ ദോഷകരമായ ദുഷ്ടകരമായ പാപങ്ങളിലേക്ക് തന്നെ എത്തിക്കുന്ന ആ വികാരത്തെ, കോപത്തെ നിയന്ത്രിക്കുക. അവനാണ് ശക്തവാൻ, അവനാണ് ഫലമുള്ളവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇങ്ങനെയുള്ള വചനങ്ങൾ, ധാരാളം വചനങ്ങൾ നിറഞ്ഞിട്ടുള്ള അവിടുത്തെ ചരിത്രം.
വെറും അനുഷ്ഠാനങ്ങളുടെ കർമ്മരൂപം മാത്രമല്ല പ്രവാചക ചര്യ. സാരോപദേശങ്ങളുടെ അർത്ഥവത്തായ ഉപദേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അനേകം വചനങ്ങൾ. അത് അറിയാൻ സാധിക്കണം, പഠിക്കാൻ സാധിക്കണം, പ്രാവർത്തികമാക്കാൻ സാധിക്കണം. മറ്റൊരു വചനത്തിൽ നോക്കൂ നിങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ ശറബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ഒരുത്തൻ നേരം വെളുത്തപ്പോൾ തന്നെ അത്യാവശ്യം വിശപ്പടക്കാനുള്ള ആഹാരം കയ്യിൽ വീട്ടിലുണ്ട്. മറ്റ് ഭീഷണികളോ ബേജാറോ ബദ്ധപ്പാടോ ഒന്നുമില്ലാതെ സ്വൈര്യമായി സ്വസ്ഥമായി കഴിയാനുള്ള അന്തരീക്ഷമുണ്ട്. അതിനു പറ്റിയ വീടും ചുറ്റുപാടുമുണ്ട്. രോഗങ്ങളോ അല്ലലുകളോ അലട്ടുകളോ വേദനകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ശരീരം. അങ്ങനെയാണെങ്കിൽ വിശപ്പടക്കാനുള്ള ആഹാരം, രോഗമുക്തമായ ശരീരം, സമാധാനപൂർണമായി കിടന്നുറങ്ങാൻ പറ്റിയൊരു വീടുണ്ടെങ്കിൽ ദുനിയാവ് മുഴുവൻ സ്വന്തമാക്കിയവർ പോലെയാണ്. വേറെ എന്ത് വേണം മനുഷ്യർ? വേറെ എന്തിന്റെ പിന്നാലെയാണ് പിന്നെ ആർത്തിയായി ഓടിപ്പോകുന്നത് മനുഷ്യൻ? മനുഷ്യന്റെ ജീവിതത്തിന്റെ ആകത്തുക എന്താണ് എന്ന് വരച്ചു കാണിക്കുന്ന ചിത്രങ്ങൾ ലളിതമായ വാക്യങ്ങളിലൂടെ ഉന്നതമായ ആശയങ്ങളിലൂടെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള വചനങ്ങൾ നിറഞ്ഞതാണ് പ്രവാചക ചര്യ. അനുഷ്ഠാനങ്ങളിൽ മതിയാക്കാതെ അർത്ഥവത്തായ ആശയങ്ങളുള്ള ആ വചനങ്ങളെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് നമ്മുടെ സ്വഭാവ രൂപീകരണങ്ങൾ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്ന ജീവിത മാതൃകയിലൊക്കെ ആ വചനങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الأمين والعاقبة للمتقين. عباد الله أوصيكم ثانيا وإياي بتقوى الله. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന ഇഷ്ടദാസന്മാരായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അള്ളാഹുവിൻ്റെ വഹി പ്രകാരം സംസാരിക്കുന്നു. ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രം, പക്ഷേ എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങളിൽപ്പെട്ടതാണ് ഇത്തഖുല്ലാഹ റബ്ബക്കും വസല്ലു ഖംസക്കും വസൂമു ശഹ്റക്കും വഅദ്ദു സകാത അംവാലിക്കും വഅതിഉ ദാ അംരിക്കും തദ്ഖുലു ജന്നത റബ്ബിക്കും. കേൾക്കാൻ എന്തൊരു സുഖമാണ്, എന്തൊരു പ്രാസ വൃത്തങ്ങളൊത്തിട്ടുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ ആശയങ്ങളും വിവരിച്ചാൽ തീരാത്തതുമാണ്. അത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സുകളിൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന പരിവർത്തനം നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം. അവൻ്റെ കൽപ്പനകളെ ലംഘിച്ചു പോകരുത്. അവൻ ഇഷ്ടപ്പെടാത്ത എവിടെയും നിങ്ങൾ ഉണ്ടാവരുത്. അവൻ്റെ തൃപ്തിയും സന്തോഷവുമുള്ള അവൻ കൽപ്പിച്ചെടുത്തെല്ലാം ഉണ്ടാവാൻ ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. സല്ലു ഹംസക്കും, 5 നേരത്തെ നിർബന്ധ നിസ്കാരം നിർവഹിക്കുക. സൂമു ഷഹറക്കും, നിർബന്ധമായ നോമ്പ് 1 മാസം നിങ്ങൾ അനുഷ്ഠിക്കുക. വഅദ്ദു സകാത അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിൽ നിന്നും നിർബന്ധമായ വിഹിതം പാവപ്പെട്ടൻ്റെ അവകാശമായി കൊടുത്തു കിട്ടുക. വഅതിഉ ദാ അംരിക്കും, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കൈകാര്യകർത്താക്കൾ, സ്ഥാപനങ്ങളിലെ ഉടമസ്ഥരോ നാട്ടിലെ ഭരണാധികാരികളോ, അങ്ങനെ എവിടെയാണോ എല്ലാ രംഗത്തും ഉത്തരവാദപ്പെട്ട നേതൃത്വത്തെ അനുസരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തിനു സാധിക്കും? തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. നിസ്കാരവും നോമ്പും ഹജ്ജും പറഞ്ഞതുപോലെ സകാത്തും പറഞ്ഞതുപോലെ കൂടെ പറഞ്ഞിരിക്കുകയാണ് അനുസരണം, അച്ചടക്കം,
ആദ്യ മനുഷ്യൻ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും പുറത്ത് പോരേണ്ടി വന്നു. ചരിത്രം ഖുർആൻ പറയുന്നത് നമ്മൾ പല ആവർത്തി കേട്ടത്. എന്തിന്റെ പേരിൽ? മദ്യപിച്ചതല്ല, മറ്റു തോന്നിയാസങ്ങൾ ചെയ്തതല്ല, നഅൂദുബില്ല, ഒരു മഹാപാപവുമില്ല. പിന്നെ റബ്ബിന്റെ കൽപ്പനയെ ധിക്കരിച്ച അനുസരണക്കേട് കാണിച്ചു. ആ മരത്തിൻ്റെ അടുത്തേക്ക് പോകരുത്, ആ പഴം തിന്നരുത്. പക്ഷേ പിശാച് ഇടപെട്ടു, പിഴപ്പിച്ചു, മോഹങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ ആ പഴം തിന്നു. അപ്പോൾ അനുസരണവും അച്ചടക്കവും അതില്ലാതിരുന്നാൽ സ്വർഗം നഷ്ടപ്പെടുന്നതാണ്. ആഖിറത്തിലെ മരണാന്തരമുള്ള സ്വർഗം മാത്രമല്ല, ഈ ജീവിതം, ദുനിയാവിലെ ജീവിതം നരകതുല്യമാകും. ഒരു സ്ഥാപനത്തിൽ, ഒരു രാജ്യത്ത്, അത് വിദ്യാഭ്യാസ സ്ഥാപനമാവട്ടെ, കച്ചവട സ്ഥാപനമാവട്ടെ, എല്ലാം നമ്മൾക്ക് പരിചയമുള്ള മേഖലകളാണ്. അവിടെയൊക്കെ ഒരു നേതൃത്വം, ഒരു അധികാരത്തിലിരിക്കുന്നവർ, ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൈകാര്യകർത്താക്കളായിട്ടുള്ളവർ, അവരുടെ കൽപ്പനകളും തീരുമാനങ്ങളെയും അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ഓരോ സത്യവിശ്വാസിയും, ഓരോ മുസ്ലിമും. എങ്കിൽ തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. ഈ ചെറിയ രാജ്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി വാതിലുകൾ തുറന്നു വെച്ചിട്ടുള്ള സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ഔദാര്യത്തിന്റെ ഈ രാജ്യം, ഇവിടുത്തെ നിയമങ്ങൾ ലംഘിക്കാതെ നോക്കുക. കിട്ടിയ തക്കത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വാരിക്കൂട്ടി സമ്പാദിക്കുക എന്നതിലപ്പുറം ഇവിടുത്തെ അധികാരത്തോടും ഇവിടുത്തെ സംവിധാനത്തോടും അച്ചടക്കത്തോടും അനുസരണത്തോടും നന്ദിയോടും കൂടിയുള്ള കൂറും കടപ്പാടും കാണിക്കുകയും അച്ചടക്കമുള്ളവരായി ജീവിക്കുകയും വേണം. എല്ലാ ലോകത്തെവിടെയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും വേണ്ടപ്പെട്ടവരെയും എല്ലാം റഹ്മാനായ തമ്പുരാൻ അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം കൊടുത്തു കൊടുക്കുകയും അവരുടെ വിശാലമായ സ്വർഗ്ഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടിച്ചുകൊള്ളാം. നമ്മുടെ സഹോദരൻ അബ്ദുൽ ഹമീദിൻ്റെ മാതാവ് അടുത്ത് മരണപ്പെട്ട വാർത്ത അറിയുകയുണ്ടായി. റഹ്മാനായ തമ്പുരാൻ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന് ക്ഷമയുടെ പുണ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവരെല്ലാവരും, അതുപോലെ ഈ നാട്ടിലെ മുതിർന്നവരായ ഒരുപാട് നാടിൻ്റെ നായകന്മാർ എല്ലാവരും യാത്രയായി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ, എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. اللهم احفظ دولة الإمارات بحفظك وتولها برعايتك يا رب العالمين، وأدم استقرارها وازدهارها يا رب العالمين، وقها حسد الحاسدين ومكر الماكرين وعدوان المعتدين يا رب العالمين. اللهم احفظ بحفظك صاحب الحكمة والشهامة والأيادي البيضاء رئيس الدولة، وأدم عليه التوفيق والسداد والإعانة، ووفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيوخ الإمارات والقادة المؤسسين الذين ينتقلوا إلى رحمتك، وادخلهم بفضلك فصيح جناتك، واشمل شهداء الوطن برحمتك يا رب العالمين. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم أغثنا، اللهم أغثنا، اللهم أغثنا. عباد الله، اذكروا الله العظيم الجليل يذكركم، واشكروه على نعمه يزدكم، وأقيموا الصلاة.